ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോട്ടിൽ ആർട്ടായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തൊക്കെ ആവശ്യം നോക്കാം. ഞാനിവിടെ 2 ടൈപ്പാണ് ചെയ്യുന്നത്. രണ്ടും ഡോട്ട് ആർട്ടാണ്, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു CD മാർക്കർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇങ്ക് കഴിഞ്ഞതാണ് കേട്ടോ. അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. പിന്നെ ഇതുപോലെ പോയിൻറ്റ് ബ്രഷസ് ഉണ്ടെങ്കിൽ അതും വേണം. അതിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡോട്ട്സ് ഇടാനായിട്ട് എടുക്കുന്നത്. പിന്നെ ബഡ്സ് ഇല്ലേ, നമ്മുടെ ചെവിയിലൊക്കെ ഇടുന്ന ബഡ്സ്, അതും ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വലിയ ഡോട്ട്സ് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് അക്രലിക് പെയിൻ്റ് ആണ് ഇതിന് വേണ്ടത്. അക്രലിക് കളേഴ്സ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ കുറച്ച് കളേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഈ ഗ്രീൻ കളറിലുള്ള കുപ്പിയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതിലിപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഗ്രീനും അതേപോലെ യെല്ലോയും ആണ് കളേഴ്സ്. എന്നിട്ട് അതിലിതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനില്ലേ, അതുപോലെയാണ് ഞാൻ ആദ്യത്തെ കുപ്പിയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ആ CD മാർക്കർ യൂസ് ചെയ്തിട്ട് എനിക്ക് ചെയ്യണോണ്ട് കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് എനിക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡിസൈന് ഞാൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് നോക്കുക, നല്ല ഭംഗിയാണ്. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കുറേ റൗണ്ടുകൾ നമുക്ക് ഇഷ്ടമുള്ള 2 കളേഴ്സ് വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് ഈ കുപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഒരു പണിയില്ലേ, ഇത് ജസ്റ്റ് ഈ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനത്തെ കളേർഡ് ആയിട്ടുള്ള ബോട്ടിൽസ് ആണെങ്കിൽ ബേസ് കളർ വേണമെന്നില്ല. കളർ ഇല്ലാത്ത ബോട്ടിലാണെങ്കിലും ബേസ് കോട്ട് നമ്മൾ അടിക്കണ്ട, വൈറ്റ് കളർ അടിക്കണമെന്നില്ല. ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ മുകളിൽ ഞാനിങ്ങനെ ജസ്റ്റ് കുഞ്ഞ് റൗണ്ട്സിൽ പല കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ബോട്ടിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് ബോട്ടിൽ ഞാൻ എടുത്തിരിക്കണം. ഇതിൽ പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്തൊരു ബോട്ടിലാണ്. പക്ഷേ പ്രത്യേകിച്ച് കളർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഡോട്ട്സ് ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വേറൊരു ടൈപ്പ് ആയിട്ടാണ് ചെയ്യണത്. ഡോട്ട് ആർട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് നല്ല സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ബഡ്സും അതേപോലെ ഈ ഒരു CD മാർക്കറും തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇതന്നെ ബഡ്സും ഈ CD മാർക്കർ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഈർക്കിള് അതൊക്കെ യൂസ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോട്ട്സ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വെച്ചിട്ടും ചെയ്യാം. എന്താണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇന്ന സാധനം വേണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ട കളേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഈ 5 കളറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽ ഭംഗിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ബഡ്സ് വെച്ചിട്ട് കുറച്ച് വലിയ ഡോട്ട്സാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് വലിയ ഡോട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ലെയറായിട്ട് ഓരോ കളേഴ്സ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ബ്ലൂ കളറാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂ കളറ് എനിക്ക് എത്ര സ്ഥലത്തേക്ക് വേണം വെച്ചാൽ അത്രയും സ്ഥലത്ത് ഞാൻ ഇതുപോലെ വലിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ഡോട്ട്സ് കണ്ടോ, നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു ഡോട്ട് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഇതിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ചുറ്റും കുഞ്ഞു ഡോട്ട്സ് വെച്ചിട്ട് ഭംഗിയാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പം നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ ഈ ഒരു ഡിസൈൻ. എന്നിട്ട് നിങ്ങൾ എന്തായാലും ഈ 2 ബോട്ടിൽ ആർട്ടും വീട്ടിൽ ചെയ്തു വെക്കണം. നല്ല ഭംഗിയാണ്.
നിങ്ങൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ, ഫസ്റ്റ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ഡോട്ട് ആർട്ടാണ്. അതിന് ശേഷം നമുക്ക് നല്ല ചിത്രങ്ങളൊക്കെ ഈ ബോട്ടിൽസിൽ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാനിതാ അതുപോലെ ഓരോ കളേഴ്സ് എനിക്കിഷ്ടമുള്ള അത്ര ഏരിയ വരെ ഞാൻ ഓരോ കളേഴ്സ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ കളർ കൊണ്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതേപോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് മുകളിൽ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് അതിൻ്റെ തറ്റത്തൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ വല്ല ജൂട്ടിൻ്റെ കയറോ അങ്ങനെ എന്തെങ്കിലും കയറ് ചുറ്റി കെട്ടി കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ അടുത്ത് കയറുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് വെച്ച് കൊടുക്കാത്തത്. അപ്പോൾ ഈ 2 ബോട്ടിൽസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബോട്ടിൽസ് വെറുതെ കളയണ്ട, ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള ഷോക്കേസിൽ വെക്കാനുള്ള പീസസൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ